UAE പ്രവാസി എന്നീ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് പെരുന്നാളായിട്ട് വന്നിട്ടുള്ളത് വാടാനപ്പള്ളിയിൽ. സാധാരണ നമ്മൾ പോവാറ് സ്നേഹതീരം ബീച്ച്, അതുപോലെ ഓഹോ ബീച്ചിലൊക്കെയാണ് സാധാരണ പോകുക. അപ്പോൾ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു പുതിയൊരു ബീച്ച് വന്നിട്ടുണ്ട്, കടൽമുറ്റം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊക്കെ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്, വാടാനപ്പള്ളി ബീച്ചിലാണെന്ന് പറഞ്ഞു. വാടാനപ്പള്ളി ബീച്ച് എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, അറിയുന്ന ആൾക്കാർ ചോദിക്കും വാടാനപ്പള്ളി ഏത് ബീച്ചാണ്, മറ്റേ മെയിനായിട്ട് പോകുന്ന ബീച്ച് റോഡാണോ അല്ലെങ്കിൽ ചിലങ്ക് ബീച്ചാണോ, രണ്ട് സൈഡിൽ കൂടെയും പോവാം. അപ്പോൾ ഈ ബീച്ചിൻ്റെ പേരാണ് കടൽമുറ്റം. കടൽമുറ്റം എന്ന് കേട്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയപ്പോഴും നമ്മൾ കണ്ട കുറേ ആൾക്കാർ പിള്ളേരൊക്കെ വന്നിട്ട് പട്ടം പറപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല. പിന്നെ റിസോർട്ടുകളുണ്ട്, ഒരുപാട് റിസോർട്ടുകൾ. പിന്നെ അതേപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ, ഇത് കടൽമുറ്റം എന്നാണ് അതിൻ്റെ പേരിട്ട് അങ്ങനെ കൊടുത്തത്. നല്ല രസമായിട്ടുണ്ട്. അതിൻ്റെ ഒരു എംബ്ലം എന്ന് പറയുന്നത് ലോഗോ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇന്നലെ ചെന്നപ്പോൾ. അതേപോലത്തെ ഒരുപാട് കടകളുണ്ട്. ഈ കടയിൽ എന്ന് പറഞ്ഞാൽ പല കടകളിലും പല വെറൈറ്റി ഫുഡുകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതും നമ്മൾ കഴിക്കാത്തതും കഴിക്കുന്നതുമായിട്ട് ഒരുപാട് ഫുഡുകൾ. അതുപോലെ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ കഴിച്ചത് കപ്പയും ബീഫും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളുണ്ട് ഇവിടെ. ഹോഴ്സ് റൈഡിങ് എന്ന് പറയുമ്പോൾ അത് ഞാൻ പിന്നെ അതിനെപ്പറ്റി ചോദിച്ചില്ല, കാരണം എനിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ വീഡിയോ എടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല, ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എടുത്തത് പിള്ളേരാണ്. അപ്പോൾ പിള്ളേരെ കൊണ്ട്, കാരണം എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കലും ഇതെടുക്കലും സംസാരിച്ച് നടക്കില്ല, പണ്ടത്തെ പോലെ വൺ മാൻ ഷോ പറ്റില്ല. അപ്പോൾ അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പിള്ളേരെടുത്തതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് നിങ്ങൾക്ക് കാണുന്നവർക്ക് എന്തെങ്കിലും അരോചകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ അപ്പോൾ ഇത് കാണാത്തവർ വരാത്തവരുണ്ടെങ്കിൽ വരിക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ നൈറ്റ് വിഷൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റും നല്ല രസം എടുത്തിരിക്കാനും. പിന്നെ ഇരിക്കാനായിട്ട് പറ്റാത്ത ആൾക്കാർ, ഇപ്പോൾ എൻ്റെ പോലത്തെ നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മടക്കി വെക്കുന്ന കയ്യിൽ പിടിക്കാൻ പറ്റുന്ന വണ്ടിയിൽ വെക്കുന്ന ചെയർ എടുത്തിട്ട്, പറ്റുന്നൊരു ചെയർ എടുത്തിട്ട് കൊണ്ടുവരാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉള്ള കടകളുണ്ട്. അവിടെ അതിൻ്റെ മുന്നിൽ കസേരകളുണ്ട്. അത് അവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് അവരോട് ചോദിക്കണം. ഞാൻ പിന്നെ എൻ്റെ ഒരു ഉണ്ടായിരുന്നു, ഞാൻ അതിട്ടിട്ടാണ് ഇരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തോളൂ. UAE പ്രവാസിയെ താങ്ക്സ് ഫോർ വാച്ചിങ്.